അടുത്തതായി ഈ വേദിയിൽ ശ്രീരാഘവപുരം സഭായോഗത്തിൻ്റെ 1232 മഹാവേദഭജനം വാർഷിക സഭ ആദര സഭയ്ക്കായി മാറുകയാണ്. അടുത്തതായി ശ്രോത്രീയ രത്നം പുരസ്കാര സമർപ്പണമാണ് ഇവിടെ നടക്കേണ്ടത്. അത് മുന്നോടിയായി നമ്മളുമായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീരാഘവപുരം സഭായോഗത്തിൻ്റെ സമാദരണീയനായ രക്ഷാധികാരി കൂടിയായ ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ നമ്മളുമായി സംവദിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അധ്യക്ഷം വഹിച്ച ബ്രഹ്മശ്രീ ശ്രീകാന്ത് കാര ഭട്ടതിരി, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീമദ് അച്യുത് ഭാരതി സ്വാമി തൃപ്പാദങ്ങൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദഭഞ്ജരെ, സഭായോഗം പ്രവർത്തകരെ, എല്ലാവർക്കും പ്രണാമം. 2025 വാർഷിക സഭയിൽ ശ്രീരാഘവപുരം സഭായോഗം നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രോത്രീയരത്നം പുരസ്കാരം ബ്രഹ്മശ്രീ കൈമുഖ് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിക്ക് സമർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സനാതന ധർമ്മത്തെക്കുറിച്ച് ഏറെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ മഹൽ ധർമ്മത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും സത്തയും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് അതിനെ നിഷേധാത്മകമായി വിമർശിക്കുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണ് അറിവിൻ്റെ പര്യായമായ വേദങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകളായ വേദങ്ങൾ ഉപനിഷത്തുക്കളും പ്രചരിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സംഘടനയാണ് ശ്രീ രാഘവപുരം സഭായോഗം. കൊല്ലവർഷം 481 മുതൽ 508 വരെ കോലത്തുനാട് വാണ ഉദയവർമ്മ കോലത്തിരി ഗോകർണദേശത്തുള്ള ഗുണബന്ധം, ദീപവർത്തനം, ഇടുകുഞ്ചം എന്നീ ബ്രാഹ്മണഗ്രഹങ്ങളിൽ നിന്ന് 237 കർണാടക ബ്രാഹ്മണ കുടുംബങ്ങളെ കോലത്ത് നാട്ടിലേക്ക് ആനയിച്ച് അവർക്ക് ചെറുതാഴം എന്ന വിശാല പ്രദേശം ദാനം ചെയ്ത് ഇല്ലങ്ങൾ കെട്ടി കുടിയിരുത്തുകയുണ്ടായി. ഇതിനുശേഷം കോലത്തിരിയുടെ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങളും മറ്റ് ചടങ്ങുകളും നടത്തി വരുന്നത് ഈ ബ്രാഹ്മണരാണ്. കോലത്തിരിയും ചെറുതാഴം ബ്രാഹ്മണ സഭയുമായി അഭേദ്യമായ ബന്ധം ഉണ്ടെന്ന് സൂചിപ്പിക്കുവാനാണ് ഈ കാര്യം പ്രസ്താവിച്ചത്. വേദത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് രാഘവപുരം സഭായോഗം ശ്രോത്രീയരത്നം പുരസ്കാരം നൽകുന്നത്. 1232 ശ്രീ രാഘവപുരം സഭായോഗത്തിൽ ഈ പുരസ്കാരത്തിന് അർഹനായ ബ്രഹ്മശ്രീ കൈമുഖ് വൈദികൻ നമ്പൂതിരിയെ ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ പുരാതന സംസ്കാരം നിലനിർത്താനും ഉയർത്താനും ശ്രീ രാഘവപുരം സഭായോഗം നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഈ രംഗത്ത് ക്രിയാത്മകമായ സംരംഭങ്ങൾ സുമനസ്സുകളുടെ സഹായത്തോടെ ഇനിയും ഏറ്റെടുത്ത് നടത്തുവാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിൻ്റെ വിജയത്തിന് ശ്രീ രാഘവപുരത്തെ ശ്രീരാമസ്വാമിയും ആഞ്ജനേയസ്വാമിയും കണ്ണിശ്ശേരി കാവലമ്മയും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാന്യരായ ആചാര്യന്മാരോടും വിശിഷ്ട വ്യക്തികളോടും എൻ്റെയും ഞാൻ പ്രതിനിധീകരിക്കുന്ന ചിറക്കൽ കോവിലകത്തിൻ്റെയും ഭക്തി ആദരങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. സഭായോഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച രാജശ്രീ ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ അവർക്ക് ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്തതായി ഈ മഹിത സന്നിധിയിൽ വെച്ച്, ഈ മഹനീയമായ വേദിയിൽ വെച്ച്
ശ്രീ രാഘവപുരം സഭായോഗം 3 മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കുകയാണ്. ആദ്യമായി ആദരിക്കുന്നത് ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ശ്രോത്രീയ രത്നം പുരസ്കാരം ഈ വർഷം നമ്മുടെ പുരസ്കാര സമിതി ജേതാവിനെ തിരഞ്ഞെടുത്തത് ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി അവർകളാണ്. ശ്രീ രാഘവപുരം സഭായോഗം 20,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന ഈ ഏറ്റവും ആദരണീയമായ ഈ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ചെറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ അവർകളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദരപത്രം ഇവിടെ ബഹുജന സമക്ഷം വായിക്കുന്നതിന് വേണ്ടി ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ എല്ലാമായ സമാദരണീയനായ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ ഹരി പേർക്കുണ്ടിവാദ്യൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആദരപത്രം വായിക്കുന്നതിന് വേണ്ടി നമഃസഭാഭ്യഃ സഭാപതിഭ്യശ്ച വോ നമഃ. പ്രശസ്തി പത്രം. ശ്രോത്രിയരത്നം ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി. ശ്രീരാഘവപുര സഭായോഗം നാമ വൈദിക ധർമ്മ പ്രസ്ഥാനേന സ്വസ്യ വാർഷികാചരണ സന്ദർഭേസ്മിൻ വേദവൈദിക ധർമ്മകാര്യേഷു അദ്യാവധി കൃതം സമഗ്രം യോഗദാനം നിമിത്തീകൃത്യ ബ്രഹ്മശ്രീമതേ കൈമുക്കു വൈദികായ ശ്രീധരദ്വിജോത്തമായ ശ്രോത്രിയരത്നം ഇതി അയം പുരസ്കാര സപ്രശ്ചയം സമർപ്യത്തെ. കൊല്ലം 1136 തുലാമാസം ഉത്രട്ടാതി നക്ഷത്രത്തിൽ കേരളത്തിലെ പ്രശസ്ത വൈദിക കുടുംബമായ കൈമുക്കു ഇല്ലത്ത് വൈദികൻ ചെറിയ നാരായണൻ നമ്പൂതിരിയുടെയും പാമ്പുമേക്കാട്ട് മകൾ പാർവതി അന്തർജനത്തിൻ്റെയും കനിഷ്ഠപുത്രനായി ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ സംസ്കൃതവും കാവ്യങ്ങളും അഭ്യസിപ്പിച്ചു. 7-ാം വയസ്സിൽ ഉപനയനം. തുടർന്ന് പിതാവിൽ നിന്ന് കൃഷ്ണയജുർവേദം അധ്യയനം ചെയ്തു. സമാവർത്തനാനന്തരം അദ്ദേഹത്തിൽ നിന്ന് ഷോഡശക്രിയകളും ശ്രൗതക്രിയകളും പ്രായശ്ചിത്തങ്ങളും തർക്കവും മുഹൂർത്തവും അഭ്യസിച്ചു. അച്ഛനിൽ നിന്നും കലിയത്ത് പരമേശ്വര ഭാരതി സ്വാമിയാരിൽ നിന്നുമായി ആശൗചം പഠിച്ചു. വെളുത്തേടത്ത് തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിൽ നിന്നും മുരിയാട്ട് നഗർണി കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്നും താന്ത്രിക ക്രിയകൾ പരിശീലിച്ചു. ഏറെക്കാലം ഇരിങ്ങാലക്കുട കാമകോടി യജുർവേദ പാഠശാലയിൽ പ്രധാനാധ്യാപകനായി സേവനം ചെയ്തു. കാമകോടി പാഠശാലയുടെ ശാഖയായി ഇല്ലത്ത് 10ഓളം വിദ്യാർത്ഥികളെ വേദാധ്യയനം ചെയ്യിക്കുകയും ധാരാളം പേരെ ഷോഡശക്രിയകളും താന്ത്രിക ക്രിയകളും അഭ്യസിപ്പിക്കുകയും ചെയ്തു. ഗൃഹസ്ഥൻ ചെയ്യേണ്ടുന്ന ഔപാസനവും പഞ്ചയജ്ഞങ്ങളും ഇദ്ദേഹം നിഷ്കർഷയോടെ ചെയ്തു പോരുന്നു. പാരമ്പര്യമായ വൈദിക വൃത്തിയും താന്ത്രിക വൃത്തിയും വിദ്യാദാനവും അതോടൊപ്പം കുടുംബഭരണവും കൃഷിയും ഗോരക്ഷയും ചെയ്തു വരുന്നു. യജുർവേദം കൊണ്ട് മുട്ടാതെ 108 മുറ പർച്ചസ്വാധ്യായം ചെയ്യുകയും 2023-ൽ 2022-ൽ 101-ാം മുറ മുടിഞ്ഞപ്പോൾ 101 ബ്രാഹ്മണർക്ക് സ്വർണദാനം ചെയ്യുകയുമുണ്ടായി. ഈ ഭാർഗവ ഗോത്രജൻ ഇപ്പോഴും മുട്ടാതെ സ്വാധ്യായമനുഷ്ഠിച്ചു വരുന്നു. ഒരു പതിറ്റാണ്ടിന് മീതെ ഊരായ്മ ക്ഷേത്രങ്ങളിലെ ഭരണം നല്ല രീതിയിൽ നടത്തിക്കുകയുണ്ടായിട്ടുണ്ട്. സാഹിത്യ തൽപരനും രചനാകുശലനുമാണ്. 1996-ൽ ജ്യേഷ്ഠൻ രാമൻ അക്കിത്തിരിപ്പാടിന്റെ അജ്ഞാധാനത്തിന് ആധ്വരം ചെയ്തു. 2006-ലെ കൈമുക്ക് രാമൻ അക്കിത്തരരുടെ സോമയാഗം, 2006-ലെ തവനൂർ പരമേശ്വരൻ സോമയാജിയുടെ അജ്ഞാധാനം, 2007-ലെ തവനൂർ പരമേശ്വരൻ സോമയാജിയുടെ പന്നിയൂർ സോമയാഗം, 2009-ലെ കാവുംബ്രം വാസുദേവൻ അക്കിത്തരരുടെ
അഗ്ന്യാധാനം, 2012 കൈമുക്ക് രാമനക്കിത്തരരുടെ സാഗ്നിക മതിരാത്രം, 2019 വയലൂര് ഓത്തൂട്ട് എന്നിവയ്ക്കും മറ്റ് ധാരാളം യജ്ഞങ്ങൾക്കും നവീകരണ കലശങ്ങൾക്കും നേതൃത്വം നൽകി. എഴുവന്തല ആത്രശ്ശേരിയിലെ മകൾ സാവിത്രിയാണ് ധർമ്മപത്നി. പാർവതി, നാരായണൻ എന്നിവർ മക്കൾ. മകനെ വേദാധ്യയനം ചെയ്യിച്ച് ഇല്ലത്തെ അനുഗ്രഹീതമായ വൈദിക പരമ്പര തുടർന്നു വരുന്നു. കോവിഡ് കാലത്ത് ഇല്ലത്ത് ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ ഒരു പാഠശാല ആരംഭിക്കുന്നതിന് ശ്രീധരൻ നമ്പൂതിരി മുൻകൈയെടുത്തു. സഭായോഗത്തിന്റെ ചെറുതാഴം പാഠശാലയിൽ ആചാര്യനായി സേവനം ചെയ്തു വരുന്ന കീഴാനെല്ലൂർ ഭവൻ നമ്പൂതിരിയും നേരത്തെ സേവനം ചെയ്ത മരുമകൻ കീഴാനെല്ലൂർ യതീന്ദ്രൻ നമ്പൂതിരിയും ശിഷ്യന്മാരാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ആധുനിക കാലത്ത് സംയോജിപ്പിച്ച മഹാബ്രാഹ്മണരെ കാണുക പ്രയാസമാണ്. ഇങ്ങനെയുള്ള ദ്വിജോത്തമൻ ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിക്ക് വേദത്തിനും വേദധർമ്മത്തിനുമായി സ്വജീവിതം സമർപ്പിച്ച മഹത്തുക്കൾക്ക് നൽകി വരുന്നതായ ശ്രോത്രിയരത്നം പുരസ്കാരം ഞങ്ങൾ അളവറ്റ ആദരവോടെ സമർപ്പിക്കുന്നു. കൊല്ലം 1201 ധനു 13 2025 ഡിസംബർ 28 ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ ചേർന്നതായ ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ 1232ാമത് വാർഷിക സഭയിൽ വെച്ച് ഈ പുരസ്കാരം മുഖ്യരക്ഷാധികാരി ചിറക്കൽ കോവിലകം വലിയ രാജ ഉത്രട്ടാതി തിരുനാൾ രാമവർമ്മ രാജ നടുവിൽ മഠം സ്വാമിയാർ അച്യുതഭാരതി സ്വാമി തൃപ്പാദങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ മഹാനുഭാവന് സമ്മാനിക്കുന്നു. ശ്രോത്രിയരത്നം ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിക്ക് ആയുരാരോഗ്യ സൗഖ്യവും ശിഷ്യസമ്പത്തും സർവൈശ്വര്യങ്ങളും ഉത്തരോത്തരം വർദ്ധിക്കണമേ എന്ന് ഞങ്ങൾ ശ്രീരാഘവപുരത്ത് പെരുമാളോട് പ്രാർത്ഥിക്കുന്നു. വേദസ്വരൂപനായ ഈ ബ്രഹ്മവർച്ചസ്വിയുടെ അനുഗ്രഹം സഭായോഗത്തിനും വൈദിക സമൂഹത്തിനും സമസ്ത ലോകത്തിനും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ ഞങ്ങളേവരും നമസ്കരിക്കുന്നു. ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ 1232ാമത് മഹാവേദഭജനം വാർഷിക സഭയുടെ പ്രൗഢോജ്വലമായ ഈ വേദിയിൽ വെച്ച് ശ്രീരാഘവപുരം സഭായോഗം ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി അവർക്ക് ഈ വർഷത്തെ ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ പരമോന്നത ബഹുമതിയായ ശ്രോത്രീയ രത്ന പുരസ്കാര സമർപ്പണം ഇവിടെ നടത്തപ്പെടുകയാണ്. പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ പരമപൂജ്യനായ രക്ഷാധികാരി കോലത്തിരി തമ്പുരാൻ രാജശ്രീ ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹാദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ പുരസ്കാര സമർപ്പണത്തിനായി. നമ്മുടെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സമാദരണീയനായ ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി അവர்களെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ പരമോന്നത ബഹുമതിയായ ശ്രോത്രീയ രത്ന പുരസ്കാരം ഇതാ ഈ മഹനീയമായ സന്നിധിയിൽ വെച്ച് ഈ മഹനീയമായ വേദിയിൽ വെച്ച് ചിറക്കൽ കോവിലകം തമ്പുരാൻ രാമവർമ്മ വലിയ രാജ അവർ ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി ശ്രോത്രീയ രത്നം കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി എന്ന പേരിലായിരിക്കും ഈ സമൂഹം അറിയപ്പെടുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
പുരസ്കാര സമർപ്പണം നടത്തിയ കോവിലകം വലിയ രാജ രാമവർമ്മ അവർക്ക് സഭായോഗത്തിൻ്റെ 1000 സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്തതായി ഈ വേദിയിൽ മറ്റൊരു സമർപ്പണം പുരസ്കാര സമർപ്പണം കൂടി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിക്ക് ശ്രീരാഘവരം സഭായോഗത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ശ്രോത്രിയരത്നം പുരസ്കാരം ഇതാ ഈ മഹിത സന്നിധിയിൽ വെച്ച് ശ്രീരാഘവരം സഭായോഗത്തിൻ്റെ 1232 മഹാവേദന ഭജനം വാർഷിക സഭയുടെ പ്രൗഢോജ്വലമായ വേദിയിൽ വെച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്.